ഇന്ന് ശ്രീ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്ന സമയമാണിത്. എനിക്ക് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പ്രത്യേകമായ നന്ദി പറയാനുണ്ട്. അതങ്ങ് എടുത്ത നിലപാട് ഒരാളെ തിരിച്ചറിയുന്നത് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണ്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, എൻ്റെ പിതാവിന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അങ്ങെടുത്ത നിലപാട് ധീരമായിട്ടുള്ളൊരു നിലപാടാണ് എന്ന് ഞാൻ പറയുവാൻ ഈ അവസരമെടുക്കുക. കാരണം അങ്ങയെ കാണുവാൻ ഞാൻ വന്നതാണ്. ഞാൻ അതിൻ്റെ വിവാദത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങയെ കാണുവാൻ ഞാൻ വന്നപ്പോൾ അങ്ങ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മറക്കില്ല. അങ്ങ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ മറക്കില്ല. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എന്തു വന്നാലും മുഖ്യമന്ത്രിയെ പരിപാടിക്ക് വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് നിരന്തരമായി അങ്ങയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അങ്ങ് വരണം എന്ന് പറഞ്ഞതും അങ്ങ് ഇവിടെ വന്നതിലുള്ള സ്നേഹവും കരുതലും ഈ അവസരത്തിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ എത്രത്തോളം പ്രാധാന്യം അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ഓർമ്മകൾക്ക് മാത്രമല്ല, ഞാനിന്ന് ഓർക്കുന്നൊരു കാര്യം, ഡോക്ടർ രവീന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. എൻ്റെ പിതാവിനെ കുറേ നാൾ ചികിത്സിച്ച ഡോക്ടറാണ്. ഒരു ദിവസം ഡോക്ടർ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്നെ ഇന്ന് വിളിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഉമ്മൻചാണ്ടിയെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഡോക്ടറിൻ്റെ ചികിത്സയിൽ ഉമ്മൻചാണ്ടി സാർ വളരെ മെച്ചപ്പെട്ടിരിക്കുന്നുവെന്ന് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ വിളിച്ചു പറഞ്ഞ കാര്യം ഞാൻ മറന്നിട്ടില്ല. അപ്പോൾ വ്യക്തി എന്ന നിലയിൽ പരസ്പര ബഹുമാനം എന്താണെന്ന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. 2022 ഒക്ടോബറിൽ അദ്ദേഹം എൻ്റെ പിതാവിനെ കാണുവാൻ വേണ്ടി പ്രത്യേകമായ വിമാനമാർഗം ആലുവയിലെത്തി. അതിനുശേഷം റോഡ് മാർഗം അദ്ദേഹം തിരിച്ചു പോയത് നമ്മളാരും മറന്നിട്ടില്ല. തീർച്ചയായിട്ടും അത്രയ്ക്ക് പ്രാധാന്യം ജീവിച്ചിരുന്നപ്പോഴും എൻ്റെ പിതാവിന് രാഷ്ട്രീയമായി പല അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. പക്ഷെ അതിൻ്റെ അപ്പുറം വ്യക്തിബന്ധം എന്നുള്ളൊരു കാര്യമുണ്ട്. 1970 ഇവരൊന്നിച്ച് അസംബ്ലിയിലേക്ക് കടന്നു വന്നവരാണ്. ശ്രീ PJ ജോസഫ് സാറും അന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യം മുഖ്യമന്ത്രി എൻ്റെ പിതാവിന് കൊടുത്തിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.